Friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാനും അതുപോലെ തന്നെ പരിചയപ്പെടാനും പോകുന്നത് നമ്മുടെ Vivo X200 Pro എന്ന് പറഞ്ഞ നമ്മുടെ സ്മാർട്ട് ഫോണാണ്. ഇത് ആക്ച്വലി ഞാൻ 42,000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാം ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 94,999 ആ പ്രൈസ് ഒക്കെയാണ്. നമുക്ക് ഇപ്പോൾ ICICI ബാങ്കിനും SBI കാർഡിനൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് 7,000 രൂപയൊക്കെ ആയിട്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 87-88 രൂപീസിനാണ് നമുക്ക് ആക്ച്വലി ഇത് ബൈയിങ് പ്രൈസ് ആയിട്ട് വരുന്നത് വിത്ത് ഡിസ്കൗണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാം Vivo X200 Pro ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. നമ്മുടെ ബെസ്റ്റ് ക്യാമറ ഫോൺ എന്നൊക്കെ പറയാവുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സാംസങ്ങിൻ്റെ അൾട്രാ സീരീസുകളെ വരെ വെല്ലുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് വന്ന സംഭവമായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ നമ്മുടെ Xiaomi 15 Ultra ഒക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുന്ന ഒരു കിടിലൻ ഒന്നാമത്തെ ക്യാമറ ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം 2025 മോഡലത്തെ. അപ്പോൾ ഇത് ആക്ച്വലി ടൈറ്റാനിയം ഗ്രേ എന്ന് പറഞ്ഞൊരു കളറാണ്. ഞാൻ ബ്ലാക്ക് വാങ്ങിച്ചില്ല എന്ന് വെച്ചാൽ കുറച്ച് ഇഷ്യൂസുകളുണ്ട്. ബ്ലാക്കിൽ നമുക്ക് ബാക്ക് സൈഡായിട്ട് വരുന്നത് ഫൈബർ പ്ലസ് മിക്സ് ചെയ്തിട്ടുള്ള ഗ്ലാസ്. അത് നിങ്ങൾക്ക് ആകുമ്പോൾ തൊട്ടാൽ തന്നെ അറിയാം. നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പം എൻ്റെ ഈ OnePlusന്റെ ഡിവൈസിൻ്റെ ബാക്ക് ഇത് ബ്ലാക്കിൽ തൊട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നില്ല അത് ഗ്ലാസ് ആണെന്ന്. അതിൽ ഫൈബർ മിക്സ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതേ മോഡൽ തന്നെയാണ് നമുക്ക് ഇതിലും വന്നേക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ ഈ ടൈറ്റാനിയം കളറാണ്. അപ്പോൾ അത് കുറച്ച് കിടലായിട്ട് തോന്നി കളറ്. പിന്നെ ടൈറ്റാനിയം കളർ മാത്രമല്ല കേട്ടോ, ടൈറ്റാനിയം ഫ്രെയിം ഒന്നല്ല, അലുമിനിയം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ കിട്ടിക്കുന്ന കേസ് എന്ന് പറയുന്നത് നോർമൽ സിലിക്കോൺ കേസാണ്. അപ്പോൾ അത് പൊട്ടയാണ്. കുറച്ച് കഴിയുമ്പോൾ സിലിക്കോൺ കളർ മാറി യെല്ലോ ആവും. അത് ഞാൻ എന്നാലും വേറെ ഒരു ഹാർഡ് കേസ് വേറെ ട്രാൻസ്ഫറിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ ബോംബൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഇത് 6000 mAh ബാറ്ററി ഉണ്ട്. പക്ഷെ തോന്നില്ല കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാധനം. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ ഒരു ക്യുക്കായിട്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് വാട്ടാം. അപ്പോൾ ഞാൻ അത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് ബ്ലോഗിനാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസും ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ വേറൊരു കാര്യം എടുത്തു പറയാൻ പറഞ്ഞു. നമ്മുടെ ബ്ലാക്ക് കളർ മോഡലിലാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് കേസാണ് കിട്ടുക. അപ്പോൾ ഇതിനായിട്ടും കുറച്ചുകൂടി നല്ല ക്വാളിറ്റി കേസാണ് അതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പക്ഷേ അതെന്താണ് അവർ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടെണ്ണത്തിലും 2 ക്വാളിറ്റി ടൈപ്പാണ് കൊടുത്തേക്കുന്നത്. അതാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾ എന്തായാലും നമ്മുടെ അൺബോക്സിങ്ങും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ വിവോൻ്റെ X200 Proൻ്റെ ബോക്സ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓക്സിജൻ എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അവരടുത്ത് കുറച്ച് ഡീലൊക്കെ തരാമെന്ന് പറഞ്ഞു. ഓൺലൈൻ പ്രൈസിൻ്റെ കുറച്ചുകൂടി താഴെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഓക്സിജൻ തൃശ്ശൂരിൽ നിന്നാണ് വാങ്ങിച്ചു കേട്ടോ. ഒരു ദിവസം ഡിലേ വന്നു, അത് വേറെ കാര്യം കയ്യിൽ കിട്ടാൻ. എന്താ വെച്ചാൽ വേറെ ഷോപ്പിലൊക്കെ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ഉണ്ട്. ആമസോണിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് 93,000 ആമസോണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ICICI കാർഡും SBI കാർഡൊക്കെ ആണെങ്കിൽ നമുക്ക് 7,000 രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ആമസോൺ ICICI കാർഡ് വാങ്ങിക്കുകയാണെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്കൊരു അതുമേ 5% കിട്ടും ചെയ്യും നിങ്ങൾ പ്രൈം മെമ്പർ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ഓൾറെഡി ഇത് നമ്മുടെ ടൈറ്റാനിയം എന്ന് പറഞ്ഞ കളറാണ് ഞാൻ ആക്ച്വലി വാങ്ങിച്ചത്. ബ്ലാക്ക് അല്ല, ബ്ലാക്ക് ഒരു നോർമൽ ഇതുപോലെ തോന്നി എനിക്ക്. എന്ന് വെച്ചാൽ അത് ആക്ച്വലി അതിൻ്റെ ബ്ലാക്കിൻ്റെ ബാക്ക് കറക്റ്റ് ഗ്ലാസ് എന്ന് പറയാൻ പറ്റില്ല. ഗ്ലാസ് പ്ലസ് ഫൈബർ മിക്സ് ആണ്. ഇത് ടൈറ്റാനിയം ഗ്രേ ആണ്. നോർമൽ 16GB 512GB ബോക്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സീലൊക്കെ ഓപ്പൺ ആയതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോർമൽ നമുക്ക് വരുന്ന പോലെ തന്നെ സിം ഇജക്ടർ ടൂളും അതുപോലെ തന്നെ അവരുടെ കാർഡും ഇവിടെ വിവോ കെയർ എന്ന് പറഞ്ഞിട്ടൊരു കാർഡൊക്കെ നമ്മുടെ OnePlus തുറക്കുമ്പോൾ നമുക്ക് OnePlusന്റെ റെഡ് കേബിൾ ക്ലബ്ബ് കിട്ടില്ലേ, റെഡ് ക്ലബ് കാർഡ് എന്ന് കിട്ടില്ലേ, അതേപോലെ തന്നെ ഇവരുടെ ഒരു എക്സ് കെയർ കാർഡ് എന്ന സാധനം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിരിക്കും, ഞാനത് വഴിയെ കാണിച്ചു തരാം. ഇവിടെ ആയിരുന്നു നമുക്ക് അടുത്തിൽ നമുക്ക് ചാർജറും ഉണ്ടായിരുന്നു, കേബിളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ആദ്യം കാണിച്ചു തരാം. OnePlusന്റെ ചാർജറിനായിട്ടും കുറച്ച് സൈസ് കുറവാട്ടോ. അതാണ് നമ്മുടെ ചാർജർ വരുന്നത്. വൈറ്റ് കളറാണ്. എനിക്ക് കുറച്ചും കൂടി അത് പക്ഷേ Type-C to Type-C അല്ല, Type-A to Type-C തന്നെയാണ്. നമ്മുടെ ഫ്ലാഷ് ചാർജിങ് ആണ് വരുന്നത്. ഇത് എത്ര വാട്ടായിരുന്നു സാധനം? അത് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മുടെ OnePlus റീസെൻ്റ്ലി ഞാൻ 13 സീരീസ് നമ്മുടെ PD ചാർജർ വെച്ച് ചാർജ് ചെയ്തൊക്കെ ഇപ്പോൾ സാധനം സപ്പോർട്ട് ചെയ്യുന്നില്ല. പണ്ടത്തെ OnePlus ഒന്നും സപ്പോർട്ട് ചെയ്യാറില്ല. ഇപ്പോൾ സപ്പോർട്ട് വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യം. ഇവർക്ക് ശരിക്കും ഇത് PD ചാർജിങ് ആക്കായിരുന്നു, നമ്മൾ Type-C to Type-C പോലെ ആക്കായിരുന്നു. അതെന്താണ് ആക്കാത്ത ഇത്ര കാലമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെയാണ് ചാർജർ. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ഇതിൽ നമുക്കൊരു ബ്ലാക്ക് കളർ മോഡലിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ഒരു കേസാണ് കിട്ടുക. ഗ്രേ കളർ, അതായത് ടൈറ്റാനിയം കളർ ആണെങ്കിൽ നമുക്ക് നോർമൽ സിലിക്കോൺ ഒരു ട്രാൻസ്പാരൻറ്റ് കേസാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ആ ട്രാൻസ്പാരൻറ്റ് കേസാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതാണ് നമ്മുടെ ഫോൺ വരുന്നുണ്ട്. ഈ കളർ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി കളറാണ്. പക്ഷേ അത് ടൈറ്റാനിയം ഒന്നല്ല കേട്ടോ, അലൂമിനിയം തന്നെയാണ്. അതിൻ്റെ ക്യാമറയുടെ പമ്പ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു നല്ലൊരു കേസ് ഞാൻ വേറെ സെപ്പറേറ്റ് ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ഇൻബിൽഡായിട്ട് നമുക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ മിക്കവാറും മാറ്റിയിട്ട് നല്ല സാധനം ഒട്ടിക്കും.
പിന്നെ നമുക്ക് സിം ഇജക്ടർ പിന്നോട് വരുന്നുണ്ട്. ഞാൻ BSNL സിം അടയ്ക്കുന്നത്. പിന്നെ നമുക്കിതിൽ നമ്മുടെ കാർഡും അതുപോലെ തന്നെ അവരുടെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബോക്സിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ബോക്സിൽ വരുന്നത്. നമുക്ക് ഇതിന്റെ MRP ഒക്കെ 1,10,000 ഒക്കെയാണ്, 1,02,000 ഒക്കെയാണ്. സെല്ലിംഗ് പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ആമസോണിലൊക്കെ അവൈലബിൾ ഉണ്ട്, വൺ ഡേ ഡെലിവറി ഒക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ വേണമെങ്കിൽ കൊടുക്കാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. ഇതിന്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ക്യാമറ ഒരു രക്ഷയില്ല. നമ്മൾ ട്രൈ നോക്കിയാണ് കുറച്ച് ജസ്റ്റ് നമ്മൾ ഓവർവ്യൂ പോലെ കാണിക്കുന്നുള്ളൂ. ഞാൻ ക്യാമറ കമ്പാരിസൺ സാംസങ് കേട്ട് അൾട്രാ കേട്ട് നമ്മൾ കമ്പയർ ചെയ്ത് വേറെ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യട്ടെ. 3ാമത്തെ ചാനൽ ചെയ്യാം ടെക്കിലിന്റെ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് നമ്മുടെ മെയിൻ സെക്കൻഡറി സിം ഞാൻ അതിലിട്ടേക്കുന്നത്. ഇപ്പോൾ മെയിൻ കുറച്ച് നമ്മുടെ മെക്സിൻ്റെ കുറച്ച് ആപ്പുകളും BOBയുടെ ആപ്പുകളും അങ്ങനെ കുറച്ചൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവറോൾ നല്ല സ്നാപ്പിയാണ്. ഇതിലാകെ കുഴപ്പമുള്ളത് കുറേ ഉഡായിപ്പന്മാരുടെ പരസ്യം വരുന്ന കുറേ ആപ്പുകളുണ്ട്. ഈ ബ്രൗസർ കുറേ സാധനമാണ്. അത് ഇവരുടെ കുഴപ്പമെന്ന് വെച്ചാൽ OnePlusലാണെങ്കിൽ നമുക്കൊരു ഗെറ്റ് ആപ്പ് സാധനമാണ്, പക്ഷെ അത് നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഇവരിൽ ഇതൊന്നും ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ പ്രോബ്ലം. ഫോർ സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ ഡിസേബിളൊക്കെ അവർ ചെയ്ത് വെച്ച്. അതുപോലെ തന്നെ വേറൊരു സാധനമാണ് ഇവരുടെ വിവോ സ്റ്റോർ എന്നൊരു സാധനം. എവിടെ അത് ഈ സാധനം ഇത് എന്ത് ചെയ്താലും ഫോർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനം ഫോർ സ്റ്റോപ്പ് ചെയ്താലും പിന്നെ തന്നെ കയറി ആദ്യം വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഉടായ്പ സാധനങ്ങളൊക്കെ ഉണ്ട് ബ്ലോട്ട് വെയർസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ലിങ്ക്ഡിനും അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു ബ്ലോട്ട് വെയർ, അതൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണായിട്ട് വരുന്നത്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ വലിയ ഇഷ്യൂസും സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ക്യാമറ പെർഫോമൻസ് സൂപ്പറാണ്. ബാറ്ററി ബാക്കപ്പും കിടിലം തന്നെയായിരിക്കും. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 6000 mAh ബാറ്ററി വരുന്നത്. പിന്നെ ഈ സാധനം 6000 mAh ബാറ്ററി ഉണ്ടെങ്കിലും ഇത്ര വലിയ ക്യാമറ ആണെങ്കിലും നമുക്ക് വലിയ ഹെവി ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. സാധനം ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്. അത് മാത്രമല്ല നമുക്ക് എന്താ പറയുക ഭയങ്കര ഹാൻഡി ആയിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സാധനം പിടിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഓൾറെഡി മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് 42,000 രൂപയ്ക്കാണ് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു iPhone 15 ഉണ്ടായിരുന്നു. അത് നമ്മൾ സെൽ ഔട്ട് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ അത് വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ നമുക്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ആ പ്രൈസിൽ നോക്കുകയാണെങ്കിൽ ഇവൻ്റെ സാധനം നല്ല കിടിലൻ സാധനം തന്നെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ ക്യാമറയിൽ കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്കിപ്പോൾ Xiaomi 15 വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി Xiaomi 15 Ultra 15 വാങ്ങിക്കാൻ നോക്കിയതാണ്. പക്ഷേ 15 എന്തായാലും സാധനം ഇപ്പോൾ വില കുറയും. അതുകൊണ്ടാണ് അത് വാങ്ങിക്കാണ്ടിരുന്നത്. എന്താ വെച്ചാൽ അല്ലാണ്ട് സാധനം പൊട്ടയിട്ടല്ല. 60,000 രൂപയ്ക്ക് നമുക്കിപ്പോൾ കാർഡ് ഡിസ്കൗണ്ട് അടക്കം നമുക്ക് സാധനം കിട്ടുന്നത്. അത് എന്തായാലും 50,000 റേഞ്ചിൽ വരും. ഒരു അടുത്ത സെയിൽസിലാണ് ആമസോണിൽ വരും. ഞാനത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു വരെ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇതുപോലെ Xiaomi 14 ഇതുപോലെ തന്നെ 45,000 രൂപയ്ക്കാണ് 46,000 രൂപയ്ക്കാണ് സാധനം ആഫ്റ്റർ കാർഡ് ഡിസ്കൗണ്ട് വാങ്ങിച്ചത്. ഇതേ സെയിം 69,000 രൂപയ്ക്ക് സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2-3 മാസത്തിനുള്ളിൽ തന്നെ സാധനം ഇടിഞ്ഞു. എന്നുവെച്ചാൽ ഇത് സെയിൽസ് ഇല്ല. Xiaomiയുടെ ഈ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊന്നും സെയിൽ ആവില്ല. ഞാൻ ഇവിടെ ഓഫ്ലൈനിലും ചോദിച്ചാൽ ഷോപ്പിലൊക്കെ അവർക്കും സെയിൽസ് ഒന്നും ഇല്ല. വല്ലപ്പോഴൊക്കെ പോയാലായി. ഓൺലൈനിലും സെയിൽസൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ സാധനം പൊട്ടയിട്ടല്ല. എന്ന് വെച്ചാൽ കുറേ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ 3ാം ചാനൽ ഇട്ടപ്പോൾ കുറേ പേര് വന്ന് പറയണം നമുക്ക് കിടിലൻ സാധനമാണ് കിട്ടാത്ത ആരാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇത് ഓൾറെഡി എൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്, അടുത്ത മാസം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രൈസ് കുറയാൻ വേണ്ടി നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ്. ഒരു മാസം കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ സാധനം 10,000 ഓൾമോസ്റ്റ് കുറയും വിത്ത് കാർഡ് ഡിസ്കൗണ്ട്. അപ്പോൾ അത് ചുമ്മാ ഞാൻ വെറുതെ കളയണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ Xiaomi 14 എടുത്തപ്പോഴും പറഞ്ഞിട്ടുണ്ട് നല്ല കിടിലൻ സാധനമാണ്, ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോണായിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ 15 എന്താ പറയുക പൊട്ടയെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പ്രൊസസ്സർ മാറി, ക്യാമറ സെൻസറൊക്കെ സെയിം ആണ്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.